ഹലോ, ഗുഡ് ഈവനിങ്. അങ്ങനെ കർക്കിടകമൊക്കെ കഴിയാറായി. ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കർക്കിടകം. ഇനിയിപ്പോൾ വർണ്ണങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ പൂക്കാലാണ്. അപ്പോൾ നമ്മളിവിടെ ഇത് അമ്മയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ കളർ ഇടുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ന് ഇട്ടിട്ടില്ല. അപ്പോൾ ഉള്ള നേരം കൊണ്ട് അമ്മ വേഗം പരിപാടി കഴിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ പച്ചക്കറിയൊക്കെ തന്നെയാണ്. എനിക്കുള്ള കുറേ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, അവരൊക്കെ നോൺ വെജിൻ്റെ ഫാൻസാണ്. അപ്പോൾ എന്തെങ്കിലും വേറെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടൂടെയെന്ന്. പക്ഷേ നമുക്കുള്ളത് നമ്മൾ ചെയ്യുക, മാത്രം. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലിടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഫോണിൽ നിന്നൊക്കെ ഇത് പോയി കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഇതിങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ചെയ്ത പോലത്തെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അതിപ്പോൾ യൂട്യൂബിലിപ്പോൾ വലിയ റീച്ച് ആവുമെന്ന് യാതൊരു പ്രതീക്ഷയൊന്നുമില്ല. ഇത് കാണുമ്പോൾ ഒരു രസം, ഒരു സുഖം, ഒരു സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടുന്നത്. വ്യൂസൊക്കെ പറ്റ കുറവാകും, പക്ഷേ വലിയ വിഷമമൊന്നുമില്ല. നമുക്ക് കാണാമല്ലോ കുറച്ച് കഴിഞ്ഞാൽ ഇരുന്നിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യുക, അവിടെ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഇതിൻ്റെ. അല്ലാതെ ബെനിഫിറ്റ് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ല. എല്ലാവർക്കും അറിയണ്ടാവും യൂട്യൂബിൻ്റെ നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ ആവുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിപ്പോൾ ചെയ്ത് ശീലമായവർക്ക് ഒരു ദിവസം വീഡിയോ ഇടാഞ്ഞാലൊരു ബുദ്ധിമുട്ടുണ്ടാവും. അയ്യോ, എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടിയിട്ടായാൽ പോലും വേണ്ടില്ല, എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമല്ലോ എന്ന് നമ്മുടെ മനസ്സിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇട്ടും. അത് അങ്ങനെയാണ്. വീഡിയോസ് ചെയ്യുന്നവർക്ക് അറിയണ്ടാവും. ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒന്ന് ഇല്ലാതായതുപോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അത് പിന്നെ വ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ പച്ചക്കറിയൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ. പിന്നെ അത് കൂടാതെ ഇപ്പം ഇന്ന് അത്തമൊക്കെ അല്ലേ. അപ്പോൾ അത്തമായതുകൊണ്ട് ഇവിടെ പായസക്കൂട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാതിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പാക്കറ്റ് പാല് വാങ്ങിച്ചുകൊണ്ടുവന്ന്, ഞങ്ങൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ഉഷാറാക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ പായസം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലട ആകുമ്പോൾ ഞാനിങ്ങനെ കാരമലൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു പിങ്ക് കളറൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഇതാണല്ലോ. മറ്റേ ഇങ്ങനെ ഒരു വെള്ള കളർ കാണുമ്പോൾ പാലട ഒരു സുഖമില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. പിന്നെ കൂടുതൽ എൻ്റെ മോനിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്ന പായസമാണ്. പായസങ്ങളോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ പ്രഥമൻ ഇപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കുന്നില്ല. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുള്ള കാര്യം തന്നെയാണല്ലോ അല്ലേ, ഈ പായസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കാരമലൈസ് ചെയ്തിട്ടുണ്ടാക്കുന്നത്. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുമ്പോൾ ഇതെന്ത് ഒട്ടിപ്പോയോ അടി പിടിച്ചോ എന്നൊന്നും കരുതണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ്. നമ്മൾ കാരമലൈസ് ചെയ്ത പഞ്ചസാരയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് കട്ടിയാവും. പിന്നെ നമ്മളത് കുറച്ച് നേരം തിളപ്പിക്കുമ്പോഴാണ് വെള്ളം പോലെ ആയി വരും. ഒരു ചായയുടെ കളറൊക്കെ ആയി വന്ന് കണ്ടാവും. അപ്പോൾ കട്ടയൊന്നും ഉണ്ടാവില്ല കേട്ടോ. മറ്റേതിങ്ങനെ ഒട്ടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും, അത് വേറിടില്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ അതിലേക്ക് പാലും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു പിങ്ക് കളർ വരും. ആ കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ കാരമലൈസ് ചെയ്യുന്നത്. പായസം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇനി മോന് ചോറ് കൊടുക്കാമെന്ന് കരുതിയിട്ട് അവന് ചോറ് വിളമ്പിയിട്ട് അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നേരം കൊണ്ട് അമ്മേനെ ഈ പായസം ഇളക്കാനൊക്കെ ഏൽപ്പിച്ച് ഞാനിവിടെ നിന്ന് ചോറ് വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അവൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, വരുന്നതിൽ കാണാൻ പറ്റിയേ. ആൾ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നൊക്കെ ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ കൂടുള്ളത്. ഉപ്പ് കൂടിയാ? അടിപൊളിയുണ്ട്. എന്തൊക്കെയുണ്ട്? ചീരപ്പേരി ഉണ്ടല്ലോ, പെരി കൂട്ട്. അപ്പം അങ്ങനെ അവന് ചോറൊക്കെ ഉരുട്ടി വെച്ച് കൊടുത്തിട്ട് കോഴിമുട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കൊടുത്ത് പോകുന്നതാണ്. അപ്പോഴേക്കും പായസത്തിൻ്റെ പാലൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മളതിലേക്ക് ആ പായസക്കൂട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, കുറച്ച് നേരം കണ്ട് ഇളക്കി നിന്നാൽ മതി. അപ്പോഴേക്കും പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് നന്നായിട്ടൊന്നാണ്ട് ഊണ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇലയൊക്കെ ഇട്ട് ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചു.
അങ്ങനെ പയറുപ്പേരി ഉണ്ട്. പിന്നെ നമ്മൾ ഒരു കടുമാങ്ങ അച്ചാർ ഒരു ഭംഗിക്കാണ്, ചിലപ്പോൾ ഇത് കഴിക്കുകയൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ കുറച്ച് നമ്മൾ ഇത് പൊന്നാങ്കണ്ണിയും മത്തൻ്റെ ഇലയും കൂടെയാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത്. പപ്പടമുണ്ട്. ചോറിലേക്ക് കറി നമ്മൾ ചെറിയ ഉള്ളിയും വെണ്ടയ്ക്കയും കൂടെ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും നോൺ വെജ് ഇല്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മളിവിടെ ഇപ്പോൾ ഒരു നോൺ വെജ് കറി വിളമ്പുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് തന്ന കറിയാണ് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ കൂടെ വിളമ്പിയെന്നുള്ളൂ. അപ്പം നോൺ കഴിക്കായൊന്നുമില്ല. അപ്പോൾ അത് കിട്ടിയപ്പോൾ അതും കൂടെ വിളമ്പി. ഇതാണ് നമ്മുടെ പായസം. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കൂടെ പിടിച്ച് ഒരു നല്ലൊരു അസൽ ഊണ് അതാണ്ട് കഴിച്ചു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു എന്ന് പറയാമല്ലോ. പിന്നെ അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു പരിപാടി ഉണ്ട്. പായസമൊക്കെ വെറുതെ ഇങ്ങനെ കുടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങോട്ട് ആ ഇലയിൽ കുറച്ച് അങ്ങോട്ട് ഒഴിച്ച് ഒരു പപ്പടമൊക്കെ അതിൻ്റെ മേലുണ്ട് വെച്ച് ഒന്നുണ്ട് പൊട്ടിച്ച് കുഴച്ചാണ്ട് കഴിച്ചാണ്ടല്ലോ. പഴം പുഴുങ്ങിയതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് കഴിച്ചു.